njindiയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആൻ്റണി. ഇന്ന് വന്നിട്ടുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വീട്ടിലേക്കും ആ വീട്ടിലെ ഉപയോഗിച്ചിട്ടുള്ള ഷിംഗിൾസും പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ വീടിൻ്റെ പേര് തന്നെ നമുക്കൊന്ന് നോക്കാം. പൊന്നാമ്പറമ്പിൽ എന്ന വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. പതിവായിട്ട് ഞാൻ കാണിക്കാറുള്ളത് കേവലം ഷിംഗിൾസിൻ്റെ മാത്രം ഒരു വ്യൂ ആണെങ്കിൽ ഇത് ടോട്ടലി ഈ വീട് മൊത്തത്തിലൊന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയ്ക്കും ഇമ്പ്രസീവായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഈ വീടിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയി ഈ വീട് എങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ പൊന്നാമ്പറമ്പിൽ വീട്ടിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വീടുമായി നമ്മളെ കണക്ട് ചെയ്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അയൂബൊക്കെയാണ്. അപ്പോൾ നമുക്ക് രാമചന്ദ്രൻ സാറിലേക്ക് തന്നെ പോവാം. അതുപോലെ മാമും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ സാർ നമസ്കാരം. നമസ്കാരം. എന്തായാലും എൻജെയുടെ ഒരു ഡോക്കി ഷിംഗിൾസ് യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അപ്പോൾ സാറിനെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. സാർ, അങ്ങനെ എൻജെയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ ഈ വീട് ഉണ്ടാക്കിയപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അയ്യൂക്കാനെ പരിചയപ്പെട്ടു. അത് ശരി. അയ്യൂക്ക തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഇതിന്റെ തേപ്പ് തുടങ്ങിയതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അയ്യൂക്ക എത്തിയിട്ടുണ്ട്. അത് ശരി. ഈ കമ്പനിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ഇത് നമ്മുടെ ഷിംഗിൾസിനെ കാട്ടിലും ഞാൻ ഈ വീട്ടിൽ വളരെ കാണുന്നതെല്ലാം ഏറ്റവും എലഗന്റ് ആയുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടു വാക്കി വീടിനെ പറ്റിയും കൂടെ പറയാന്ന് വിചാരിക്കുകയായിരുന്നു. വീടിനെ പറ്റി മാഡം പറഞ്ഞോളൂ. ആയിക്കോട്ടെ. വീടിന്റെ സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് ചെയ്തതാണ്. മരം തടി എറിഞ്ഞാല് മരം തേക്ക് ഉപയോഗിച്ചു, നിലം പിന്നെ ഇറ്റാലിയ മാർബിള്, അങ്ങനെ എല്ലാ സാധനങ്ങളും മണല്, കല്ല്, നല്ല കല്ല്, മണല് എല്ലാം വെച്ചിട്ടാണ് വീട് പണിതത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും നിന്നിട്ടില്ല. നല്ല അടിപൊളിയാക്കി. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡോക്കിയുടെ ഷിംഗിൾസ് തന്നെ നമ്മൾ യൂസ് ചെയ്തു. നല്ല സേവനം കിട്ടി. അവരെ നല്ല സമയത്ത് തന്നെ ഞങ്ങള് പിന്നെ ഡോക്കിന്റെ വീട് അതുവരെ സിംഗിൾസ് വെച്ചു. ഡോഗിന്റെ അവസാനാണ് ഡോഗിന്റെ വീട് കഴിഞ്ഞതിന് ശേഷമാണ് ഡോഗിന്റെ ഷെൽട്ടർ അതിനും ഷിംഗിൾസ് യൂസ് ചെയ്തു. ഓ, അത് ശരി. അതുകൊണ്ട് ആ വീടിനെ ചേർന്ന് ഇത് കൂടെ വെച്ചപ്പോഴേക്കും ഒരു കണ്ടിന്യൂറ്റി കിട്ടി. നല്ല ഭംഗിയായിട്ട് തീർന്നു അല്ലേ? അത് ശരി. അയ്യൂക്കിന്റെ സർവീസിനെ പറ്റി എന്താണ് സാറിന് മാഡത്തിന് പറയാം? മുഖസ്തുതി പറയാല. അയ്യൂക സൂപ്പറാണ്. അയ്യൂക ആദ്യം മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. നമ്മള് വിളിക്കുന്ന സമയത്തൊക്കെ ആളെ പിന്നെ വിളിക്കുന്ന കൂടെ വരും. പണിക്കാരെ പറഞ്ഞ സമയത്ത് കൊണ്ടുതരും. ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും അയ്യൂബക്കാന്റെ ഉത്തരവാദിത്തത്തിൽ അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുണ്ട്. സാർ, ഈ ഒരു ഡ്രാഗൺ ഇത് തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു അല്ല അതന്നെ കുറെ ഉണ്ടായിരുന്നു. കളർ സെലക്ട് ചെയ്തത് നമ്മളാണ് സെലക്ട് ചെയ്തത്. ശരി. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു കളറുമാണ് ഹൽവ കളർ. കാരണം എല്ലാമായിട്ടും നല്ല മാച്ചിങ് ആയിട്ട് നിൽക്കുന്നു. ഓടിന്റെ കളർ ഷോപ്പ് വേണ്ട. ഈ വീടിന്റെ റൂഫ് വളരെയധികം മനോഹരമായി തീർന്നതിൽ നമ്മളെ ഷിംഗിൾസിൽ പങ്കുണ്ടെന്നുള്ളത് ശരിയാണ്. ഗ്യാരണ്ടിയെ പറ്റിയൊക്കെ നമ്മളെ അയ്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 60 വർഷത്തെ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അത് കൂടാതെ ഗ്യാരണ്ടി പേപ്പേഴ്സ് ഒക്കെ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. കാരണം അത് എൻജെ എപ്പോഴും കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാതെ 10 വർഷത്തെ സർവീസ് വാറണ്ടി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. 60 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അത് പേപ്പർ ഉണ്ട്. അതെ, കമ്പനിയുടെ സീൽ ഒപ്പൊക്കെ വെച്ചിട്ടുള്ള തന്നിട്ടുള്ളത്. രാമൻ സാർ, എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഇവിടെ നമുക്കൊരു ഫർഗോള സ്പേസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നേരെ ടോപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ജനലിൻ്റെ എന്തായാലും പറയാം സൺഷെയ്ഡിന് മുകളിൽ അത് നമ്മൾ വിരിച്ചിട്ടുണ്ട്. അത് അത്ര ഈസിയായ ഒരു വർക്കായിട്ട് തോന്നുന്നില്ലല്ലോ. അത് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് തൊഴിലാളികൾ അത്ര നല്ലതായിരുന്നു. അതെ, അവർ എക്സ്പീരിയൻസ് വെച്ചത്. ഓ, അത് ശരി. കാരണം ഇത് ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. സാധാരണ പുറമേ നോക്കുമ്പോൾ അത് പെട്ടെന്ന് അത് മനസ്സിലാവില്ല. പക്ഷെ കറക്റ്റ് ഇതിൻ്റെ താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. കാരണം ഇവിടുന്ന് വന്ന് ഇവിടെ ഈ സ്പേസ് കാലിയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അവിടെ ഒരു സ്റ്റാൻഡ് വെക്കാനോ കയറാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എന്തായാലും കൊള്ളാം. നല്ലൊരു റിസൾട്ടാണ് ഇതിൽ കിട്ടിയേക്കുന്നത്.
ഈ ഡോഗ് ഷെൽട്ടറിൻ്റെ ഒരു കാര്യം കൂടെ സാറിനോട് ചോദിക്കണം തോന്നി, അതാണ് ഞാൻ സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഈ ഡോഗ് ഷെൽട്ടർ ഇതെങ്ങനെയാണ് ബാക്കിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാനല്ല? ബാക്കിയുള്ള അല്ല, വീടിന്റെ പണിയൊക്കെ ടൈൽസ് വെച്ച് കഴിഞ്ഞായിരുന്നു സിംഗിൾസ്. പിന്നെയാണ് ഞങ്ങൾ ഈ ഡോഗിന്റെ വീടുണ്ടാക്കി. അത് ശരി. പിന്നെ അതിന് മാത്രം അഭിമുഖ കൊണ്ടു തന്നു, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കൊണ്ടു തന്നു. ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൊണ്ടു തന്നു, ഏറ്റവും ചെറുതായിട്ട് കൊണ്ടു. പക്ഷെ അവർ അത്ര ഉത്തരവാദിത്തമാണ്. അത് ശരി, ഓക്കെ. അതാണ് അയ്യൂബക്കാൻ അങ്ങ് പിടിച്ചു പോയത്. അതാണ് അത് ശരി, അയ്യൂബക്കാനെ പിടിച്ചതുകൊണ്ടാണ്. അതെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലെ റൂഫിങ്ങിൻ്റെ പുതിയ അപ്ഡേഷൻസുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് അവിടെ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ആൻ്റണി.